morning to all. Today we are going to discuss about the topic repeated distribution method. In this method, cost of service departments are apportioned to all production departments and other service departments according to the agreed percentage. This process is repeated till the total cost of service departments are exhausted or the figures becomes too small. This method is also known as continued distribution method or cyclic method. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു മെത്തേഡാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഈ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലും റെസിപ്രോക്കലായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ റീ അപ്പോർഷൻ ചെയ്യുന്നത്. ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വേറൊരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ച് സർവീസ് കിട്ടുകയും ചെയ്യുന്ന കേസിലൊക്കെയാണ് നമ്മൾ ഈ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നത്. റെസിപ്രോക്കലായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുമ്പം നമുക്കൊരു പെർസെൻറ്റേജ് വരും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്രത്തോളമാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ പറയും. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര ശതമാനമാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്ര ശതമാനമാണെന്നൊക്കെ ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും എന്ന് വെച്ചാൽ വീണ്ടും അന്നേരം അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് കിട്ടുന്നു. ആ രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും അവരുടെ ഓവർഹെഡ്സിനെ തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വീതിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും ഓവർഹെഡ്സ് കിട്ടുന്നു. അപ്പോൾ അവരുടെ ഓവർഹെഡ്സ് ഇങ്ങനെ അപ്പോർഷൻ ചെയ്ത് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സ് 0 ആവുന്നിടം വരെ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഫിഗർ ആവുന്നത് വരെ ഇവർ അപ്പോർഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ അപ്പോർഷൻ ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ ക്വസ്റ്റിന് ഒരു പെർസെൻറ്റേജ് തരും, ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ സർവീസബിലിറ്റിയുടെ പെർസെൻറ്റേജ് തരും. ആ പെർസെൻറ്റേജിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവർ ഓവർഹെഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് 0 ആവുന്നതിന് വരെ ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. A company has 3 production departments and 2 service departments. The distribution summary of factory overhead is as follows. Production department A rupees 6,300, B 7,400, C rupees 2,800. Then service departments X rupees 4,500. Then service department Y rupees 2,000. Then the company decided to apportion the service department cost to the following percentage. Department X, A 40%, B 30%, C 20%, Y 10%. Department Y, A 30%, B 30%, C 20%, X 20%. Find the total overheads of production departments using repeated distribution method. ഇവിടെ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ടോട്ടൽ ഓവർഹെഡ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ എക്സിൻ്റെയും വൈയുടെയും സർവീസബിലിറ്റി എന്ന് വെച്ചാൽ അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവർ ഓവർഹെഡ്സിന് എത്ര ശതമാനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആ ടേബിളിൽ തന്നിട്ടുണ്ട്. എക്സിൻ്റെയും വൈയുടെയും, എയ്ക്കും ബിക്കും സിക്കും അതുപോലെ മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത് ടോട്ടൽ ഓവർഹെഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഓവർഹെഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓവർഹെഡ്സിനെ തിരിച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ഇവിടെ നടന്നതാണ്, അതിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിരിക്കുന്ന ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുന്നത്. അപ്പോൾ ഹെഡിങ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എഴുതുക, ബ്രാക്കറ്റ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുക. നമ്മൾ കോളം വരയ്ക്കേണ്ടതൊന്ന് പർട്ടിക്കുലർ സ്കൂളിൽ ഒരു വലിയ കോളം വരയ്ക്കണം. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സിയുടെ കോളം, ദെൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെയും വൈയുടെയും കോളം വരയ്ക്കണം. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ഓവർഹെഡ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതുക. ഫസ്റ്റ് എഴുതേണ്ടത്
Overheads as per primary distribution. Overheads as per primary distribution. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എയുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓവർഹെഡ്സ് 6300, ബിയുടേത് 7400, സിയുടെ 2800, എക്സിൻ്റെ 4500, വൈയുടെ 2000. ഇതാണ് നമ്മുടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓവർഹെഡ്സ്. ഇത് നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ട സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ എക്സിൻ്റെയും വൈയുടെ ഓവർഹെഡ്സ് ആണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വീതിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ എക്സിൻ്റെ ഓവർഹെഡ്സ് നമുക്ക് വീതിച്ചു കൊടുക്കാം. വീതിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എഴുതുക, ഈ കോളത്തിൽ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ഓവർഹെഡ്സ് ആണ്. എക്സിൻ്റെ ഓവർഹെഡ്സിനെ വീതിച്ചു കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ ഓവർഹെഡ്സിനെ വീതിച്ച് കൊടുക്കുമ്പോൾ എക്സിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക. എക്സ് ഏത് പ്രൊപ്പോർഷനിലാണ് വീതിച്ച് കൊടുക്കുന്നത് നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുക. എക്സിൻ്റെ ഓവർഹെഡ്സ് വീതിച്ച് കൊടുക്കുന്നത് എയ്ക്ക് 40%, ബിക്ക് 30%, സിക്ക് 20%, വൈക്ക് 10%, ഈ രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രൊപ്പോർഷൻ അവിടെ എഴുതി വെക്കുക. അപ്പോൾ എളുപ്പമുണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി. അപ്പോൾ 40%, ദെൻ ബി 30%, സി 20%, ദെൻ വൈ 10%. ഈ പ്രൊപ്പോർഷൻ നമ്മൾ വീതിച്ച് കൊടുക്കണം. ഈ പ്രൊപ്പോർഷൻ വീതിച്ച് കൊടുക്കുന്ന ഏതാ? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ഓവർഹെഡ്സ് ആയ 4500-നാണ് വീതിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 4500-ന് വീതിച്ച് കൊടുത്തു കഴിയുമ്പോൾ 4500 0 ആവും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? -4500 എന്ന് പറഞ്ഞ് കാണിക്കുക. ദെൻ 4500-ൻ്റെ എത്രയാ? 40% എയ്ക്ക് കൊടുക്കണം. 4500-ൻ്റെ നോക്കുക, 4500-ൻ്റെ ഇവിടെ നോക്കുക, എയ്ക്ക് 40%, 40% കൊടുക്കുക. അപ്പോൾ 4500-ൻ്റെ 40% എന്ന് പറയുന്ന 1800 ആണ്. 1800 എയ്ക്ക് കൊടുക്കുന്നു. ദെൻ 4500-ൻ്റെ 30% ബിക്ക് കൊടുക്കുന്നു. 30% എന്ന് പറഞ്ഞാൽ എത്രയാ? 1350 വരും. 1350 ബിക്ക് കൊടുക്കുന്നു. ദെൻ 4500-ൻ്റെ 20% സിക്ക് കൊടുക്കുന്നു. 20% എന്ന് പറയുന്നത് 900. 4500-ൻ്റെ 10% നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് കൊടുക്കുന്നു. വൈക്ക് എത്ര കൊടുക്കുന്നു? 4500-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 450. ഈ രീതി നമ്മൾ അപ്പോർഷൻ ചെയ്യുക. എന്ന് വെച്ചാൽ എക്സിൻ്റെ ഓവർഹെഡ്സിനെ ഇവിടെ എക്സ് ഏത് പ്രൊപ്പോർഷനാണോ വീതിച്ച് കൊടുക്കാനിരിക്കുന്നത് ആ തന്നിരിക്കുന്ന പ്രൊപ്പോർഷനിൽ എയ്ക്കും ബിക്കും സിക്കും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ അപ്പോർഷൻ ചെയ്യുക. അടുത്ത് നമ്മൾ വീതിക്കേണ്ട സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈഡ് ഓവർഹെഡ്സ് ആണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈഡ് ഓവർഹെഡ്സ് നമ്മൾ വീതിച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈഡ് ഓവർഹെഡ്സ് ആണ് വീതിച്ച് കൊടുക്കുക. നമ്മളിവിടെ ഈ ഐറ്റം കൊടുത്ത് എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈഡ് ഓവർഹെഡ്സിനെ അപ്പോർഷൻ ചെയ്യാനുള്ള ബേസിസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക. എയ്ക്ക് 30%, ബിക്ക് 30%, സിക്ക് 20%, എക്സിന് 20%, അല്ലേ? ആ പ്രൊപ്പോർഷൻ നമ്മൾ ഇങ്ങോട്ട് എഴുതിയെടുക്കുക. എയ്ക്ക് 30%, ദെൻ ബിക്ക് 30%, സിക്ക് 20%, ദെൻ എക്സിന് 20%. ഈ രീതി അപ്പോർഷൻ ചെയ്യുക. നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത് ഇവിടെ നോക്കുക വൈഡെയാണ്, അല്ലേ? വൈക്ക് എത്ര ഉണ്ടെന്ന് നോക്കിയേ. നേരത്തെ 2000 ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം 2000 ഉണ്ടായിരുന്നു. എക്സിൻ്റെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്തപ്പോൾ 450 കൂടെ കിട്ടിയത്. അല്ലേ? അപ്പോൾ എത്ര വരും? 2000 450 കൂടെ കൂട്ടുമ്പോൾ 2450. ഈ 2450 ആണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. 2450. അപ്പോൾ ഇത് അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പം എന്ന് വെച്ചാൽ ഈ 2450 മുഴുവൻ തീർന്നു പോകും. എന്ന് വെച്ചാൽ വൈഡ് 2450 മുഴുവൻ തീർന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? -2450 എന്ന് പറഞ്ഞ് കൊടുക്കുക. പ്രൊപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ 0 ആവും. അതിനുവേണ്ടിയാണ് നമ്മൾ -2450 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇനി 2450-ൻ്റെ നോക്കുക. 2450-ൻ്റെ 30% ആർക്കാണ് കൊടുക്കേണ്ടത്? എയ്ക്ക് കൊടുക്കണം. 2450-ൻ്റെ 30% എയ്ക്ക് കൊടുക്കണം. 2450 30% എന്ന് പറയുന്നത് 735 ആണ്. ദെൻ 2450-ൻ്റെ 30% തന്നെ അതും 735 ആണ്. അടുത്തത് 2450-ൻ്റെ 20%, അല്ലേ? 20%. 2450-ൻ്റെ 20% ആർക്കാ? സിക്കാണ്. 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 98 വരും.
490 വരുവേ, 490 വരും. 2450-ൻ്റെ 20% എന്ന് പറയുന്നത് 20% എന്ന് പറയുന്നത് 490 വരും. ദെൻ അടുത്തത് എക്സിന് കൊടുക്കണം. എങ്ങനെ കൊടുക്കുന്നത്? 2450-ൻ്റെ 20%. 2450 20% എത്രയാണ്? 490 തന്നെ. 490 തന്നെ. ഇവിടെ അപ്പോർഷൻ ചെയ്യുമ്പോൾ നോക്കുക, വൈയുടെ ഓവർഹെഡ്സ് നമ്മൾ മുഴുവൻ അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. വൈയുടെ ഓവർഹെഡ്സ് എയ്ക്കും ബിക്കും സിക്കും എക്സിനും അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കുക, നേരത്തെ എക്സിൻ്റെ ഓവർഹെഡ്സ് മുഴുവൻ നമ്മൾ അപ്പോർഷൻ ചെയ്ത് തീർന്നായിരുന്നു അല്ലേ, മുഴുവൻ തീർത്തായിരുന്നു. വീണ്ടും വൈയുടെ ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്തപ്പോൾ എക്സിന് കിട്ടി 490. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ ഓവർഹെഡ്സ് ആയ 490-നെ നമ്മൾ എയ്ക്കും ബിക്കും സിക്കും വൈക്കും അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത് എക്സിൻ്റെ ഓവർഹെഡ്സ് ആയ 490 അപ്പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ 0 ആകുന്നതിന് വേണ്ടി താഴെ എഴുതുക -490. അപ്പോൾ ഇത് എക്സിൻ്റെ ഓവർഹെഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഐറ്റം കോളത്തിൽ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ഓവർഹെഡ്സ് ആണ് വീതിച്ച് കൊടുക്കേണ്ടത്. എക്സിൻ്റെ ഓവർഹെഡ്സ് വീതിക്കാനുള്ള പ്രൊപ്പോർഷൻ നമുക്കറിയാം. എത്രയാ? 40%, 30%, അതുപോലെ തന്നെ 20%, ദെൻ 10%. നമുക്കതിൻ്റെ പ്രൊപ്പോർഷൻ അറിയാം. നമ്മൾ ആ പ്രൊപ്പോർഷൻ പ്രകാരം നമ്മൾ അപ്പോർഷൻ ചെയ്യുക. ദെൻ 490-ൻ്റെ അല്ലേ, 490 അപ്പോർഷൻ ചെയ്യുന്നത്. 490-ൻ്റെ 40% എയ്ക്ക്, 490-ൻ്റെ 40% എയ്ക്ക്, 490-ൻ്റെ 40% എന്ന് പറയുന്നത് 196 വരും. 196. അപ്പോൾ നമുക്ക് 196 ഇവിടെ വരും. ദെൻ ബിക്ക് കൊടുക്കേണ്ടത് 30% അല്ലേ, 490-ൻ്റെ 30% കൊടുക്കേണ്ടത്. 490-ൻ്റെ 30% എന്ന് പറയുന്നത് എത്രയാണ്? 147 വരും. 147. ദെൻ 490-ൻ്റെ 20% അല്ലേ, 490-ൻ്റെ 20% എന്ന് പറയുന്നത് 98 വരും. ദെൻ 490-ൻ്റെ 10% എന്ന് പറയുന്നത് 49 വരും. 49 അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ഓവർഹെഡ്സ് തീർന്നു. അപ്പോൾ നമുക്ക് എന്താ? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് ഒരു 49 വന്നു. ഇനി എന്ത് ചെയ്യണം? ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ ഈ 49 അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ താഴോട്ട് എഴുതുക -49. ഇനി നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഇത് വൈയുടെയാണ്. നമ്മളിവിടെ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ ഓവർഹെഡ്സ് ആണ് വൈയുടെ പ്രൊപ്പോർഷൻ ഏതാ? 30 അല്ലേ, 30%, 30%, ദെൻ 20%, അതുപോലെ 20%. നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 49 നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ -49 എന്ന് പറഞ്ഞ് എഴുതി. നമ്മൾ പ്രൊപ്പോർഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 49-ൻ്റെ 30%, 49-ൻ്റെ 30% എന്ന് പറയുന്നത് എത്രയാണ്? 14.7 വരും. 49-ൻ്റെ 30% 14.7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 14.7 റൗണ്ട് ചെയ്ത് 15 എന്ന് പറഞ്ഞ് കാണിക്കുക. ഇവിടെ നമ്മൾ 49-ൻ്റെ 30% ബിക്ക് വേണ്ടത്. 14.7 വരും. നമ്മളെടുക്കുക 15 എന്ന് പറഞ്ഞ് എഴുതുക. അടുത്ത 49-ൻ്റെ 20%, 49-ൻ്റെ 20% എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 9.8. 49-ൻ്റെ 20% എന്ന് പറയുന്നത് 9.8. നമ്മളത് 10 എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി 49-ൻ്റെ 20% എന്ന് പറയുന്നത് 9.8 അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെടുക്കുമ്പോൾ നമ്മളിവിടെ എടുത്തു 49 നമ്മൾ അപ്പോർഷൻ ചെയ്യേണ്ടത്. 49 അപ്പോർഷൻ ചെയ്യുമ്പോൾ ഇവിടെ 15, 15 30, 10 40. ഇനി ഒരു 9 കൂടെ നമുക്ക് കൊടുത്താൽ മതി അല്ലേ. അപ്പം ഇവിടെ 10 എഴുതുമ്പോൾ ഇവിടെ 50 ആവും. നമ്മൾ 49-ൻ്റെ 20% എന്ന് പറയുന്നത് 9.8. നമ്മളിവിടെ 10, ഇവിടെ സിയുടെ നമ്മൾ 10 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ എക്സിനും 10 എന്ന് പറഞ്ഞ് കൊടുത്തെങ്കിൽ ഇതും എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 50 വരും. ഒരിക്കലും 50 വരാൻ പാടില്ല. ഇവിടെ എത്രയാണോ ഉള്ളത് അത് മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ എത്രയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത് ആ ഫിഗർ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വരാവുള്ളൂ. അപ്പം 15, 15, 30, 10, 40 വന്നു. ഇനി ഒരു 9 കൂടെ വന്നാലാണ് 49 വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 9 കാണിക്കേണ്ടത്. 9 റൗണ്ട് ചെയ്തിട്ട് നമ്മൾ 9 എന്ന് പറഞ്ഞ് എഴുതുക. നമ്മൾ എക്സിൻ്റെ ഓവർഹെഡ്സ് മുഴുവൻ തീർന്നു. വൈയുടെ ഓവർഹെഡ്സ് ഇവിടെ അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. പകരം എക്സിന് ഓവർഹെഡ്സ് വന്നിട്ടുണ്ട് അല്ലേ. എക്സിന് നമ്മൾ ഇനി എക്സിൻ്റെ ഈ ഓവർഹെഡ്സ് ആയ 9 നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ താഴെ എഴുതുക -9 എന്ന് പറഞ്ഞ് എഴുതുക. എക്സിൻ്റെയാണ് ഇവിടെ എഴുതുക സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇത് നമ്മളെങ്ങനെ അപ്പോർഷൻ ചെയ്യേണ്ടത്? അതിൻ്റെ പ്രൊപ്പോർഷൻ നമുക്കറിയാം അല്ലേ. എക്സിൻ്റെ പ്രൊപ്പോർഷൻ നമുക്കറിയാം എത്രയാ? എക്സിൻ്റെ പ്രൊപ്പോർഷൻ 40, 30 എന്ന് വെച്ചാൽ 40%, 30%,
20%, 10%. നമ്മൾ അപ്പോർഷൻ ചെയ്യണം. അപ്പോർഷൻ ചെയ്യുമ്പോൾ 9ന്റെ 40%. 9ന്റെ 40% എന്ന് പറയുന്നത് 3.6 9ന്റെ 40% 3.6. നമ്മളത് എന്ത് ചെയ്തു? 4 പറഞ്ഞ് എഴുതി. ഇനി 9ന്റെ 30%. 9ന് 30% എന്ന് പറയുന്നത് 2.7. 2.7 നമ്മളത് എന്ത് ചെയ്തു? 3 പറഞ്ഞ് എഴുതി. ദെൻ 9ന്റെ 20%. 9ന്റെ 20% 1.8. 9ന്റെ 20% 1.8. നമ്മളത് 2 പറഞ്ഞ് എഴുതി. 2 അല്ലേ? പിന്നെ നോക്കിയേ, ഇനി 9ന്റെ 10% നമുക്ക് ഇവിടെ സിക്കല്ല വൈക്ക് എഴുതേണ്ടത്. 9ന്റെ 10% വൈക്ക് എഴുതേണ്ടത്. അപ്പം 0.9 എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇവിടെ നിന്ന് കൂട്ടി നോക്കി ആഡ് ചെയ്ത് നോക്കിയേ. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 4, 3, 7, 2, 9 അല്ലേ? അപ്പോൾ ഇവിടെ 9 കിട്ടി. 9 നമ്മൾ മുഴുവൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീതിച്ചു കൊടുത്തു. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വീതിച്ചു കൊടുക്കാനൊന്നുമില്ല. കാരണം 9നെ നമ്മൾ എക്ക് 4 കൊടുത്തു, ബിക്ക് 3 കൊടുത്തു, സിക്ക് 2 കൊടുത്തു. അപ്പം 4, 3, 7, 2, 9 അപ്പോൾ ഇനി 9ന്റെ ബാക്കിയൊന്നും അപ്പോർഷൻ ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വൈക്കൊന്നും കൊടുക്കാനില്ല. എന്ന് വെച്ചാൽ ഓവർഹെഡ്സ് നമ്മൾ 0 ആകുന്നോടെ വരെ നമ്മൾ അപ്പോർഷൻ ചെയ്യുക. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഈ അടുത്ത വൈയുടെ എക്സിൻ്റെ നോക്കി. ഇവിടെ എക്സിൻ്റെ ഓവർഹെഡ്സിനെ മുഴുവൻ നമ്മൾ അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞല്ലേ? എക്സിൻ്റെ ഓവർഹെഡ്സിനെ മുഴുവൻ അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. വൈയുടെ ഓവർഹെഡ്സ് ഇനി ഒന്നുമില്ല. വൈയുടെ ഓവർഹെഡ്സിനെ മുഴുവൻ അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടം വരെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം നമ്മൾ 7 കോളം ടോട്ടൽ ചെയ്യുക. 7 എല്ലാ കോളങ്ങളും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,050 വരും. ദെൻ ബിയുടെ കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,650 വരും. ദെൻ ഈ സിയുടെ കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,300 വരും. ദെൻ എക്സിൻ്റെ നമ്മൾ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നോക്കിയാൽ ടോട്ടൽ ചെയ്യുമ്പോൾ 0 വരും. ദെൻ വൈയുടെ ഈ കോളം എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഓവർഹെഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC എന്ന് പറയുന്നത്. യൂസിങ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടൽ ഓവർഹെഡ്സ് കണ്ടുപിടിച്ചു. എന്നുവെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സ് 0 ആകുന്നിടം വരെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ്സിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷനിൽ നമ്മൾ അപ്പോർഷൻ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നിങ്ങൾ ബുക്കിലേക്ക് വൃത്തിക്ക് ചെയ്യുക. ഓക്കെ.